ലഹരി മാഫിയക്കെതിരെയുള്ള പോരാട്ടത്തിന് കേരള പോലീസിൽ സ്ഥിര സംവിധാനമുണ്ടാക്കുമെന്ന് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന മെഗാ തൂഫാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിൽ ലഹരി മാഫിയയുടെ വേരറുക്കുന്നതുവരെ ഓപ്പറേഷൻ ക്യാമ്പയിൻ തുടരുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ 44 ദിവസം പിന്നിട്ടപ്പോൾ 7000 പേരെ അറസ്റ്റ് ചെയ്തുവെന്നും 6500 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 70 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചെടുക്കുകയും ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. കേരള പോലീസിൽ ഒരു സ്ഥിരമായ സംവിധാനം ഈ ലഹരി പദാർത്ഥങ്ങൾ പിടിക്കാൻ വേണ്ടി രൂപീകരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ADGP, ഒരു IG, എല്ലാ കേരളത്തിലെ പോലീസിൽ 20 ജില്ലകളാണ്, 20 പോലീസ് ജില്ലകളാണ്. 20 ജില്ലകളിൽ ഡിവൈഎസ്പിമാർ, താഴെ CIമാർ, SIമാർ, നല്ല ഒരു പോലീസ് ഘടന ഇതിനു വേണ്ടി ഉണ്ടാക്കുക. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ്. ധാരാളം പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. ആ പറഞ്ഞ ആളാണ് നമ്മുടെ ഈ ദൗത്യത്തിന്റെ അംബാസഡറായി പ്രവർത്തിക്കുന്നത്. അദ്ദേഹവും തെന്നിന്ത്യൻ സിനിമയിലെ ജനനായകനായ വിജയ് ഒരുമിച്ച് കൊച്ചിയിൽ ചേർന്നുകൊണ്ട് ഈ മഹാവിപത്തിനെതിരായി വലിയ ഒരു പോരാട്ടം നടത്തിയ രണ്ടാമത് മോഹൻലാൽ എത്തുന്നത് മലപ്പുറത്താണ് എന്ന് കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 പരിപാടി തരാമെന്നാണ് പറയുന്നത്. ഒന്ന് കൊച്ചി, ഒന്ന് മലപ്പുറം, അല്ലെങ്കിൽ കോഴിക്കോട്. മലപ്പുറം വേണം അല്ലേ? നമുക്ക് ചർച്ച ചെയ്ത് ഏതായാലും ഞാൻ വിജയ് കണ്ടല്ലോ. കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ പോയി അദ്ദേഹത്തെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ഗൗരവത്തോടെ എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ തുഫാന്റെ അലയടികൾ തമിഴ്നാട്ടിൽ വലിയ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എന്നോട് പറയുന്നു. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ കേരളത്തിൽ എന്താ ചെയ്യുന്നത്? ഇതിന്റെ ഏറ്റവും വലിയ പ്രചരണങ്ങൾ നടക്കുന്നത് കർണാടകത്തിലാണ്. നജീബ് കാന്തപുരം MLA അധ്യക്ഷത വഹിച്ചു. VS ജോയ് MLA, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, മുൻ വിദ്യാഭ്യാസ മന്ത്രി അഡ്വക്കേറ്റ് നാലകത്ത് സൂപ്പി, മുനിസിപ്പൽ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നജ്മ തബ്ഷീറ, മോട്ടിവേഷൻ സ്പീക്കർ രംഗീഷ് കടവത്ത്, ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ പ്രവർത്തകർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, പൊതുജനങ്ങൾ എന്നിവർ മെഗാ തൂഫാന്റെ ഭാഗമായി.